നിരവധി ആശയങ്ങളുമായിട്ടാണ് ചെറുപ്പക്കാർ വരുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് പുതിയ ചെറുപ്പക്കാരെ നോക്കുന്നത്. എന്തെല്ലാം ആശയങ്ങളാണ് ചെറുപ്പക്കാർക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. കരുവാരക്കുണ്ടിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച 2 സഹോദരങ്ങളാണ്. അതിലൊരാൾ 13 വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് വ്ളോഗറായിരുന്നു. അവരത് ഡെവലപ്പ് ചെയ്തെടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ക്ലയൻസ് നമ്മളെല്ലാം ഇടുന്ന പോസ്റ്റ് എല്ലാം അത് കുറേ വ്യൂവർഷിപ്പ് കിട്ടി കഴിയുമ്പോൾ അതിന് പൈസ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന്. അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് 400 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 20 രാജ്യങ്ങളിലെ പ്രോഡക്റ്റാണ്. ഒരു മനോഹരമായ ഒരു പേരും അവരുണ്ട്, ബൈ മീ എ കോഫി. ചില വാർത്തകൾ വന്നത് ഞാൻ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ 400 കോടി രൂപയുടെ 2 ചെറുപ്പക്കാരുടെ, മലയാളികളായ 2 ചെറുപ്പക്കാരുടെ ഗ്ലോബൽ പ്രോജക്റ്റാണ്. അതിന്റെ ഓഫീസ് അവർ കേരളത്തിൽ ആദ്യമായിട്ട് തുറക്കുവാണ്. 20 രാജ്യങ്ങളിൽ ഓഫീസുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആവുകയാണ്. കുട്ടികളോട് സംസാരിച്ചപ്പോൾ ചെറുപ്പക്കാരാണ്. എന്തൊരു ആവേശമാണ്, എന്തൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ അതുപോലെ പുത്തൻ ആശയങ്ങളുമായിട്ട് ആളുകൾ വരികയാണ്. ആ ആശയങ്ങളെ, ആ ഐഡിയാസിനെ നമുക്ക് പ്രോജക്റ്റുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. വേണ്ടേ? അതിനവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം. ഞാൻ പണ്ട് കളിയാക്കി പറയും, ഈ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതെന്തായാലും ഉഷാറായിട്ടുണ്ട്. ബൈ മീ എ കോഫി എന്ന് കണ്ടപ്പോഴേക്കും ഒരു കടലാസൊക്കെ ഉയർത്തിപ്പിടിച്ച് എന്തോ വലിയ സംഭവം, ഞാന് എൻ്റെ ശരീരം നിറയെ ബുദ്ധിയാണെന്ന് തെളിയിക്കാനുള്ള വെപ്രാളമാണോ എന്നൊന്നറിയില്ല. ബൈ മീ എ കോഫി എന്ന് കണ്ടപ്പോഴേക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാപ്പി കുടിക്കാൻ പോയി. ഇവന്റെ പേരും ഞാനിങ്ങനെ ആലോചിക്കുക, ഇവന്റെ പേരിന്റെ മുമ്പിലും ഡോക്ടർ അരുൺകുമാർ അല്ലേ? അങ്ങനെയല്ല ഇവന്റെ പേര്, ഡോക്ടർ അരുൺകുമാർ. ഇവന്റെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ ഡോക്ടർ അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ. ഏത് ഡോക്ടറോടോ, എന്ത് ഡോക്ടറോടോ? ബൈ മീ എ കോഫി എന്ന് കാണുമ്പോഴേക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാപ്പി കുടിക്കാൻ പോയി. ഇവന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോ ഈ പറയുന്ന പിണറായി വിജയന്റെ അച്ചാരവും വാങ്ങിയിട്ട് ഇറങ്ങി പുറപ്പെട്ടവനാണ്. അപ്പോ ബൈ മീ എ കോഫി എന്താണെന്ന് പോലും അറിയില്ല. ബൈ മീ എ കോഫി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ബൈ മീ എ കോഫി എന്ന് പറയുന്ന കാപ്പിക്കട ഉദ്ഘാടനം കഴിക്കാൻ പോയി, അതിൽ കോഫി കുടിക്കാൻ പോയി എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ കോഫി പോയിട്ട് ഒരു പൂട പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബൈ മീ എ കോഫി എന്താണ് ഈ ബൈ മീ എ കോഫി? എന്താണ് ഈ ബൈ മീ എ കോഫി? വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, പുറത്തൊക്കെ ടിപ്പിംഗ് കൾച്ചർ ഭയങ്കരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് US-ലൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ വരെ ഭക്ഷണം കഴിച്ച് 20% എങ്കിലും ടിപ്പ് വെച്ചില്ലെങ്കിൽ മോശം, 10% വെച്ച് നമ്മളൊന്ന് നോക്കും. അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് കുറേ ഉണ്ടല്ലോ, മില്യൺസ് ഓഫ് യൂട്യൂബേഴ്സ് ഉണ്ട്, പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്, എഴുത്തുകാരുണ്ട്, കലാകാരന്മാരുണ്ട്. ഇവർക്ക് പരസ്യ വരുമാനത്തിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ്. ഞാൻ കറക്റ്റ് നമ്പർ പറയുകയാണെങ്കിൽ 1000 പേര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ $1 താഴെ റവന്യൂ കിട്ടുള്ളൂ ഓൺ ആവറേജ് എല്ലായിടത്തും. അപ്പോൾ അതിന് പുറമേയുള്ള വരുമാന മാർഗത്തിലൊന്നാണ് ഈ ടിപ്പ് ആക്സെപ്റ്റ് ചെയ്യുക ഓഡിയൻസിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിൽ കുറേ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നാറുണ്ട്. ഇപ്പം യൂട്യൂബിലും ഇവിടെയൊക്കെ സൂപ്പർ ഫാൻസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പോലെ ബൈ മീ കോഫി ഞങ്ങൾ 2017 ഇതിനു വേണ്ടി തുടങ്ങിയ ഒരു സൈഡ് പ്രൊജക്റ്റായിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ സംഭവം ഇറക്കിയപ്പോൾ തന്നെ അത് വൈറലായി. ആ പേരിൻ്റെ ഒക്കെ അതുകൊണ്ടായിരിക്കാം. ആ പേര് തന്നെ ബൈ മീ എ കോഫി എന്ന് പറഞ്ഞാൽ US-ലൊക്കെ ഒരു കോമൺ ടേമാണ്. അതായത് എനിക്കൊരു കാപ്പി വാങ്ങിച്ചു തരും, എനിക്കൊരു ബിയർ വാങ്ങിച്ചു തരും എന്നൊക്കെ പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ. അപ്പോൾ ആ പേര് ഞങ്ങളങ്ങ് എടുത്തു. ആ പേരെടുക്കാൻ ആ സമയത്ത് എൻ്റെ 1-2 മാസത്തെ വാടകയുടെ കാശായിരുന്നു ആ പേര് ഡൊമൈൻ എടുക്കാൻ വേണ്ടി. ബൈ മീ കോഫി .com എനിക്ക് £1700 ചുരുക്കി പറഞ്ഞാല് ഇത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ ഈ പറയുന്ന പല രീതിയിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. അതാണിത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താണെങ്കിലും ഇതാണ് ഇതിൻ്റെ പർപ്പസ്. ഇപ്പോൾ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ
ഗിവ് മി എ കോഫി എന്ന് പറയുന്ന ബൈ മി എ കോഫി എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഈ പറയുന്ന ആളാണ് ഇരുന്ന് സംസാരിച്ചത്. നമ്മുടെ കേരളത്തിലെ മലയാളിയായിട്ടുള്ള ഒരുപാടധികം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 400 കോടി രൂപയിലധികം വരുന്ന ഒരു മൂല്യമുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ബൈ മി എ കോഫി, മുഖ്യമന്ത്രി ചായ കുടിക്കാൻ പോയി, കാപ്പി കുടിക്കാൻ പോയി, ചായ അല്ല കാപ്പി. അത് എന്താ കുഴപ്പമെന്നറിയാമോ? ഇപ്പം നമ്മൾ എപ്പോഴും ചായ കുടിക്കുക എന്നറിയാം. കാപ്പിയാണ് കുടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചായ കുടിക്കുക എന്ന് പറയാം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ഒരു കോഫി വേണമെങ്കിൽ മാത്രമാണ് കോഫി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വീട്ടിലൊരു കാപ്പി കുടിച്ചാലും കോഫി കുടിച്ചാലും പറയുന്നത് ചായ കുടിച്ചു എന്നാണ്. അപ്പോൾ അതിലാണ് ഈ ചായ എന്ന് വന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മുഖ്യമന്ത്രി കോഫി കുടിക്കാൻ പോയി, കാപ്പി കുടിക്കാൻ പോയി. ഞാനിങ്ങനെ ആലോചിക്കുക, ഇവൻ്റെ ഈ ഒരു വിരോധമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വിരോധം എവിടെ നിന്നാണ് വരുന്നത്? വെറുതെ ഒരാൾക്കൊരു മനുഷ്യനോട് വിരോധം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഈ വിരോധം എവിടെ നിന്ന് തുടങ്ങി? ഈ വിരോധം ഇത്രമാത്രം വിരോധത്തിനുള്ള കാരണം എന്താ? കാരണം പിണറായി വിജയൻ രാവിലെ നീട്ടുന്നത് നക്കിയ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഈ പറയുന്ന ഡോക്ടർ അരുൺകുമാർ. പേരെന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഡോക്ടറാണത്രേ. ബൈ മി എ കോഫി എന്ന് കണ്ടപ്പോഴേക്കും മുഖ്യമന്ത്രി ചായ കുടിക്കാൻ പോയി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ വിരോധം എവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ മുതലുള്ള പ്രശ്നമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അത് മുറിഞ്ഞു പോകരുത്, ആ കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാക്സിമം പണിയെടുത്ത കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന അരുൺകുമാർ മൊട്ടയും അവൻ്റെ സ്ഥാപനവും അവൻ്റെ മുതലാളിയും. എല്ലാവരും ആവശ്യത്തിലധികം പണിയെടുത്ത ആൾക്കാരാ. പണിയെടുത്ത് ഒരു വിധത്തിലും യാതൊരു ഉപകാരവും ഉണ്ടായില്ല എന്നുള്ളതാ. മനസ്സിലായില്ലേ? ഇപ്പോൾ സർവേ ഫലങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം പോലും പല പോളിങ്ങുകളും വന്നു, സർവേകളിൽ പലതും പറഞ്ഞു. ചിലരൊക്കെ അതിൽ വളരെ അപൂർവം ചില ആളുകളാണ് ആക്സിസ് മൈ ഇന്ത്യ, അവരാണ് പറഞ്ഞത് 100-ലധികം സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലേക്ക് നിന്ന്. അപ്പോൾ ഇവനും ഇവൻ്റെ മൊട്ടക്കും ഇവൻ്റെ വീരപ്പനും 2 പേർക്കും അങ്ങോട്ട് സഹിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം? ആരെങ്കിലും പറയുന്നതിന്, നോർത്ത് ഇന്ത്യയിൽ ഇരുന്ന് പറയുന്നത് ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം? ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ ഇലക്ഷൻ കമ്മീഷൻ 102 സീറ്റോട് കൂടി UDF വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഇവർ വിശ്വസിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതും ഈ അരുൺകുമാറും അവൻ്റെ കാട്ടുകള്ളൻ വീരപ്പനും വിശ്വസിച്ചിട്ടില്ല. അവർ 2 പേരും ഇപ്പോഴും കടന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഈ തിന്നാൻ കിട്ടുന്നത് ഇല്ലാതെയായിട്ടുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചാൽ, പണ്ട് പ്രളയം വന്നപ്പോൾ പിണറായി വിജയൻ പട്ടിണി കിടക്കായിരുന്നു എന്നല്ല പറഞ്ഞത്, അതേ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പട്ടിണിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നവും. അപ്പോൾ മുഖ്യമന്ത്രിയോട് വലിയ വിരോധ, UDFിനോട് വലിയ വിരോധ, UDF ഗവൺമെൻറ്റിനോട് വലിയ വിരോധ. അപ്പോഴെന്ത് ചെയ്യും? കാള പറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കും. ഞാൻ നിങ്ങളെ ഇന്നലെ ആ വീഡിയോ പങ്കുവെച്ചതുകൊണ്ട് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇവനെ പറയുമ്പോൾ കാണണം, ഒരു കടലാസൊക്കെ ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി അവിടെ നിന്ന് നേരെ പോയത് 2 ഇടത്തേക്കാണ്. ഒന്ന് റോസ് ലോഞ്ചിൽ നടന്ന പരിപാടി, മറ്റൊന്ന് ഹൈലൈറ്റ് മാളിൽ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ കാപ്പി കുടിക്കാൻ പോയി. എന്തൊരു വിഡ്ഢിയാണെന്ന് നോക്കണം നിങ്ങൾ. ഈ വിഡ്ഢിയെക്കുറിച്ച് എനിക്കൊരു ഏറ്റവും വലിയ ആശ്ചര്യം എന്താണെന്നറിയോ? പിണറായി വിജയനും സ്തുതിപാഠകരുണ്ട്, ഈ മൊട്ട അരുണിനും സ്തുതിപാഠകരുണ്ട്. എന്ന് പറഞ്ഞാൽ തമ്പ്രാനും കൃമികീടത്തിനും സ്തുതിപാഠകരുണ്ട്, കുഴലൂത്തുകാരുണ്ട്. ചുറ്റിലും നിന്ന് കുഴലൂതാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇവറ്റകളെ ഇങ്ങനെ മണ്ടന്മാർ ആണെങ്കിൽ ഈ കുഴലൂത്തുകാരെന്ന് പറയുന്ന ആളുകൾ എന്തായിരിക്കും അവറ്റകളുടെ സ്ഥിതി? നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ അവറ്റകളുടെ സ്ഥിതി? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടുന്ന? അടിസ്ഥാനം പിണറായിയോടുള്ള ഭക്തിയും സതീശനോടുള്ള ശത്രുതയും. അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനം ഇവരെ വല്ലാതെ അങ്ങോട്ട് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്.
മനസ്സിലായില്ലേ? ആ വേദനകളാണ് ഇവരെ ഇത്രമാത്രം വെപ്രാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ബൈ മീ എ കോഫി എന്ന് കാണുമ്പോഴേക്കും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും പോലും ചെയ്യാതെ മലയാളികളുടെ സംരംഭം നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ ഇല്ലാത്ത അവർക്കൊരു ഓഫീസ് പോലും ഇല്ല, അതും ഇൻ്റർനാഷണൽ ഒരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിന് ആദ്യമായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഇതിൻ്റെ ഫൗണ്ടർമാരാരാ? മലയാളികളാ. പക്ഷേ ഇപ്പോഴാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ഓഫീസ് പോലും തുറക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് മാക്സിമം നിക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ, യുവാക്കളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടി എല്ലാ പണിയും മുഖ്യമന്ത്രി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവറ്റകൾ പറയാണ് മുഖ്യമന്ത്രി കാപ്പി കുടിക്കാൻ പോയി. ഇതിലും വലിയ പമ്പര വിഡ്ഢികൾ വേറെ ഉണ്ടോ? അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവന്മാർ പൊട്ടന്മാർ എന്നല്ല പറയേണ്ടത്. ഇത് പിണറായി വിജയൻ്റെ ഇത് നക്കി 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 ഇവിടെ നമുക്കെല്ലാവർക്കുള്ളയും ഈ തലച്ചോറ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ബ്രെയിൻ എന്ന് പറയുന്ന സാധനം, അതിൽ പോയിട്ട് ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം നിലച്ചാലും വലിയ കുഴപ്പമാണ്. ഇപ്പം ഇതെന്ത് സംഭവിച്ചേ? ബ്രെയിനിലേക്കുള്ള രക്തയോട്ടത്തെ ബ്ലോക്കാക്കിക്കൊണ്ട് ഈ തീട്ടം പോയിട്ട് അവിടെ അടിഞ്ഞു. അതാണ് ഈ വെറ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെന്തെങ്കിലും സർജറി ഉണ്ടോ? ഇല്ല ഇല്ല. ഈ സൂക്കേടിന് സർജറി ഇല്ല. ഇത് ഇങ്ങനെ തന്നെ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോയി മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ സർജറിയോ വേറെ മറുമരുന്നുകളോ ഒന്നും തന്നെ ഇതിനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും എന്ന് പറയുന്നത്.